Welcome home. In the name of Jesus. It's coming. It's coming. Take it, it's coming. 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 Power of God is coming. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൗഖ്യം ഞാൻ പുറകോട്ട് തിരിഞ്ഞവനെ തല തുണിയിട്ട് കെട്ടി വെച്ചിരിക്കുന്ന ആ ചേച്ചിയുടെ പുറകെ നിൽക്കുന്ന ആളെ ഇങ്ങോട്ട് വിളിച്ച കണ്ണാടിക്കാരി ഇങ്ങോട്ട് വിളിച്ചേ. ആ വെള്ളത്തുണി തല കെട്ടിയിരിക്കുന്ന ആ ചേച്ചിയുടെ പുറകെ നിൽക്കുന്നു. ആ ചേച്ചിയോട് പറയാം കെട്ടഴിച്ചേക്കോ, ചൂടല്ലേ, ഭയങ്കര ചൂടത്ത്. ഓടിവാ ഓടിവാ ഓടിവാ. പ്രീതി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് സൗഖ്യമാകുന്നതായിട്ട് ഞാൻ കാണുന്നു. അവിടെ നിന്നാലും മതി പറഞ്ഞു. അങ്ങനെ പഞ്ചാബിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ലെൻസ് വെക്കാം, പക്ഷേ ഉറപ്പൊന്നുമില്ല കാണുമെന്ന്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ചു. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് റിജക്റ്റായി, അത് എടുത്ത് കളയേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഡോക്ടറിൻ്റെ അടുക്ക ചെന്നപ്പോൾ അവർ പറഞ്ഞു റൈറ്റ് കണ്ണിൻ്റെയും കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുക, ലെഫ്റ്റ് കണ്ണ് ഒട്ടുമേ കാണത്തുമില്ല, ഇനി ഒരു രക്ഷയില്ല, റൈറ്റ് കണ്ണിൻ്റെയും കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് എല്ലാ വർഷവും ഡോക്ടറിനെ കണ്ട് ഗ്ലാസ് മാറ്റണം, ജീവിതകാലം മുഴുവൻ കണ്ണാടി മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പലർ പറഞ്ഞു ഇത് ഒരു ശാപമാണ്, ചിലർ പറഞ്ഞു സ്നാനപ്പെട്ടാൽ സൗഖ്യമാകും, ചിലർ പറഞ്ഞു ഇത് കർത്താവ് നിങ്ങൾക്ക് തന്ന ഒരു ശൂലമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷയെല്ലാം വിട്ടു, ഇനിയും ഒരിക്കലും ശരിയാകത്തില്ലെന്ന് വിചാരിച്ചു. അങ്ങനെ 2013 സയ്യിദ് ബ്രദർ ലണ്ടനിൽ വന്നപ്പം മീറ്റിങ്ങിന് സൗഖ്യമാവുമെന്ന് വിചാരിച്ചല്ല പോയത്, പക്ഷേ ചുമ്മാ കാണാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ ആ മീറ്റിങ്ങിനിടയിൽ ഞങ്ങൾ ഫാമിലിക്ക് മാത്രമേ ആ കാര്യം അറിയത്തുള്ളായിരുന്നു. പക്ഷേ കർത്താവ് സയ്യിദ് ബ്രദറിനെ അത് കാണിച്ച് വിളിച്ചു, ഞങ്ങൾ ഞെട്ടിപ്പോയി. അത് അങ്ങനെ 31 വർഷം കഴിഞ്ഞ് ലെൻസ് ഇല്ലാഞ്ഞ കണ്ണിൽ കർത്താവ് ലെൻസ് വെച്ച് കാഴ്ച തേടി മാത്രമല്ല, റൈറ്റ് കണ്ണ് എൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. കണ്ണാടി ഞാൻ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ മാറ്റത്തുള്ളായിരുന്നു. ആ കണ്ണിൻ്റെ കാഴ്ചയും കൂടെ കർത്താവ് റിസ്റ്റോർ ചെയ്ത് തന്നു. ആർട്ടിഫിഷ്യൽ ലെൻസ് ചിന്തിച്ചു നോക്കിയേ, മനുഷ്യനിർമ്മിതമായ ഒരു ലെൻസ് ആർട്ടിഫിഷ്യൽ ആയി, ലിറ്ററൽ ആർട്ടിഫിഷ്യൽ ആയി എടുത്തു വെച്ച അതിനെ കർത്താവ് ക്രിയേറ്റ് ചെയ്തോടെ പുതിയതായിട്ട്. ഇടത്തോ വലത്തോ? ഇത് സുന്ദരം കാണുന്നു. അതുമല്ല വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത്, ഇവിടെ ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയാൽ ഒരു കണ്ണേ ശരിയാക്കത്തുള്ളൂ, ഒത്തിരി പൈസയും മുടക്കണം. കർത്താവ് ഇത് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. ഫ്രീ ആയിട്ട് റൈറ്റ് കണ്ണും ശരിയാക്കി തന്നു. എന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് മാത്രമല്ല എൻ്റെ ജനറേഷനുള്ള ആർക്കും കണ്ണാടി വെക്കേണ്ട വരത്തില്ല. ഈ കുടുംബത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കണം. കാരണം ഇവരുടെ സാക്ഷ്യത്തിലൂടെ അനേകർ യു കെയില് അനേക ആയിരങ്ങൾ ഇവരുടെ കൈവപ്പിനാൽ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. നൈനാച്ചാനെ നിങ്ങൾക്ക് അറിയാമല്ലോ, നൈനാച്ചാന്റെ മോളായത് പ്രീതി, ജോസി. ബേബി ഒന്ന് പറഞ്ഞേ, ഐ ബിലീവ്.
ഈ കുടുംബത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു ഇന്നും ജീവിക്കുന്നു. സിസ്റ്ററെ, നിങ്ങൾ അവിടെ നിന്നപ്പോ തന്നെ യേശു എന്നോട് പറഞ്ഞു, നിങ്ങളുടെ റൈറ്റ് ഐ, വലത്തെ കണ്ണ്, അതിനെ സൃഷ്ടിക്കുക എന്നാ പറഞ്ഞത്. അതാ ഞാൻ അതിനിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചേ. ആരാ, എന്നാ പേരാ? മിനി. മിനി എവിടുന്നാ വരുന്നേ? അബുദാബിന്ന് വരിക? പിന്നല്ല, സൗഖ്യമായിക്കും. എങ്ങനെയാ ഈ റൈറ്റ് ഐക്ക് ഈ പ്രശ്നം ഉണ്ടായേ? എന്നാ പറ്റിയതാ ഇതാ? ഓ ഓ എവിടെയായിരുന്നു ചെക്കപ്പൊക്കെ? അബുദാബിയിലായിരുന്നു. ഞാനിന്നതിന് വേണ്ടി പ്രാർത്ഥിക്കില്ല, കാരണം ഞാൻ കേട്ടറിവുകാരനാ. പക്ഷെ അനുഭവസ്ഥ ഇവിടെ നിൽക്കുന്നു. പുള്ളിക്കാരി പ്രാർത്ഥിക്കും, യേശു സൗഖ്യമാക്കും, അവിടുന്ന് ജീവിക്കുന്നു. Come on, do it in Jesus' name. Oh, glory to God. Oh, Jesus. Hold on. Oh, that one. Jesus. Restore ചെയ്യുക eyesight. കംപ്ലീറ്റ്ലി അത് റെസ്റ്റോർ ആവുക കേട്ടോ. അത് എല്ലാവരും ചേർന്ന് പറഞ്ഞു, അത് പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു. Done? Done. Yes. Okay. കണ്ണു തുറന്ന സിസ്റ്റർ, എന്നെ കണ്ടേ, കൗണ്ട് ചെയ്തേ, എത്ര ഇത്? 1 2 വിരള് പിടിക്കേ. 5 2 5. കരങ്ങളെ അടിച്ചു. ഓക്കെ. ലോകമെമ്പാടും ടെലിവിഷനിലൂടെയും ഇതര ടെലിവിഷൻ ചാനലുകളിലൂടെയും ഇന്റർനെറ്റിലൂടെയും ഞങ്ങളെ കാണുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ ശുശ്രൂഷിപ്പാൻ പിന്നെയും കർത്താവ് ഒരുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് യേശുവിന് നന്ദി പറയുന്നു. ചങ്ങനാശ്ശേരിയിൽ ഞായറാഴ്ച നടക്കുന്ന മീറ്റിംഗിലേക്ക് നിങ്ങളെ വിശേഷിച്ച് സ്വാഗതം ചെയ്യുന്നു. യൂദ എഴുതിയ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം നമ്മൾ വായിക്കാൻ പോവുകയാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിനും മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യൂദ എഴുതിയ ഒരു ലേഖനമോ ഉള്ളെങ്കിലും ഈ ഒരു ലേഖനത്തിൽ തന്നെ ഏതാണ്ട് 14 വിഷയങ്ങളാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഏതാണ്ട് 24 വാക്യത്തിനകത്ത് 12-ലധികം വിശദാംശങ്ങളാണ് ഈ ഒരു ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. എന്താണ് ഇവിടെ വിശദീകരണത്തിന്റെ ആകത്തുക? ഒറ്റ 3 ഉദ്ദേശങ്ങൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു യൂദയുടെ ലേഖനത്തിന്. എങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു യൂദയുടെ ലേഖനത്തിന് ഉണ്ടായിരുന്നത്. അത് വിശ്വാസത്യാഗത്തിൽ നിന്ന്, അപ്പോസ്റ്റസി അഥവാ വിശ്വാസത്യാഗത്തിൽ നിന്ന് വിശുദ്ധന്മാരെ ഉണർത്തുക എന്നുള്ളതായിരുന്നു യൂദയുടെ ലേഖനത്തിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഇവര് പലരും വിശ്വാസത്യാഗത്തിൽ നിന്ന് വീണു പോകാൻ കാര്യം, അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തിലേക്ക് വീണു പോകാൻ കാര്യം, ഇവർക്ക് കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥമായ തിരിച്ചറിവ് ലഭിക്കാഞ്ഞത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് യേശുക്രിസ്തുവിൽ അവരാരാണെന്നുള്ള ബോധ്യം കൊടുക്കാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് യൂദയുടെ ലേഖനം. ഇപ്പോ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഈ ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്യമാണ് നമ്മൾ വായിച്ചത്. പക്ഷെ ഇതിനകത്ത് 8 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയും. 8 കാര്യം പെട്ടെന്ന് പറയും. ശ്രദ്ധിച്ച് കേട്ടാൽ, അടിവരയിട്ടാൽ, എഴുതിയെടുത്താൽ നിങ്ങൾക്കും അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അത് മുഖാന്തരമായി തീരും. ഒന്നാമത്, ഇവിടെ നിങ്ങൾ യേശുക്രിസ്തുവിൽ ആരായിരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആരായിരിക്കുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു നിങ്ങളെ ആരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ? യേശുക്രിസ്തു എന്നെ ആരാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു നിങ്ങളെ എങ്ങനെ ആക്കിയിരിക്കുന്നു, യേശുക്രിസ്തുവിൽ നിങ്ങൾ എങ്ങനെയാണ്, അതാണ് ഇവിടെ ആദ്യം വായിക്കുന്നത്. യേശുക്രിസ്തുവിൽ നിങ്ങൾ എങ്ങനെയാണ്? ഒന്ന്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. യേശുക്രിസ്തുവിൽ നിങ്ങൾ വീഴാതെ വണ്ണം സൂക്ഷിക്കപ്പെടുന്നവരാണ്. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, യേശുക്രിസ്തുവിൽ ഞാൻ വീഴാതെ വണ്ണം സൂക്ഷിക്കപ്പെടുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഴാതെ വണ്ണം ഞാൻ എന്നെ സൂക്ഷിച്ചു എന്നാണോ,
വീഴാതെ വണ്ണം യേശു എന്നെ സൂക്ഷിച്ചു എന്നാണോ ഒന്ന് സൂക്ഷിച്ചു നോക്കി. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. നല്ലതായിട്ടൊന്ന് നോക്കിയ, നല്ലതായിട്ട്. ഞാൻ വീഴാതെ വണ്ണം സൂക്ഷിച്ചു എന്നാണോ, ഞാൻ വീഴാതെ വണ്ണം യേശു എന്നെ സൂക്ഷിച്ചു എന്നാണോ ഒന്ന് നോക്കി. യേശു എന്നെ സൂക്ഷിച്ചു. ഒന്നുകൂടെ വായിച്ചോ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചു. നിങ്ങൾ സൂക്ഷിച്ചു എന്നുള്ളതല്ല, നിങ്ങളെ സൂക്ഷിച്ചു. നിങ്ങളെ വീഴാതെ വണ്ണം സൂക്ഷിച്ചു. ഇവിടെ കർത്താവിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും പ്രധാനമായി ഏറ്റവും ആദ്യം വിശദീകരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് നിങ്ങളെ വീഴാതെ വണ്ണം കർത്താവ് സൂക്ഷിച്ചിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, ആരെല്ലാം നോക്കി പതനം ആഘോഷിച്ചിട്ടും കാര്യമില്ല, വീഴാതെ വണ്ണം സൂക്ഷിക്കാൻ ഒരു കർത്താവുണ്ട്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേരെ, ശക്തിയോടെ ഒന്ന് യേശുവിനെ സ്തുതിച്ചേരെ. ഹല്ലേലൂയ. ആരൊക്കെ വീഴ്ത്താനും വീഴ്ച ആഘോഷിക്കാനും കാത്തിരുന്നിട്ട് ഒരു കാര്യവുമില്ല. ആരൊക്കെ വീഴ്ത്താൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കാൻ കർത്താവ് കൂടെയുണ്ട്. അതങ്ങോട്ട് ഉറപ്പിച്ചോ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കരം കൊടുത്ത് പറഞ്ഞു, വീഴിക്കാൻ നോക്കുന്നവർ ലജ്ജിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഴ്ച കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകും. നിങ്ങളെ നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം എന്നാന്നറിയാമോ, നിങ്ങളെ ശക്തിയിലല്ല, നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ച് നടക്കുകയല്ല, നിങ്ങളെ വേറൊരാൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു എന്നെ സൂക്ഷിച്ചത് കൊണ്ട് ഞാൻ വീഴുകയില്ല. ചേർന്ന് പറഞ്ഞു, യേശു എന്നെ സൂക്ഷിച്ചിരിക്കുന്ന കൊണ്ട്. ഇവിടെ യേശുവിൽ ഞാൻ ആരാണ്? ഒന്നാമത്, യേശുവിൽ ഞാൻ വീഴാതെ വണ്ണം സൂക്ഷിക്കപ്പെട്ടവനാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞു, വീഴാതെ വണ്ണം സൂക്ഷിക്കപ്പെട്ടവനാണ്. കാരണം യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറഞ്ഞ ശേഷം ഞാൻ വീണാൽ നാണക്കേട് കർത്താവിനാ. ഹല്ലേലൂയ. യേശുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുന്നതിന് മുമ്പ് ഞാൻ വീണാൽ നാണക്കേട് എനിക്കാ. പക്ഷെ യേശു എന്റെ കർത്താവാന്ന് ഏറ്റെടുത്ത് അന്ന് മുതൽ നിങ്ങളെ സൂക്ഷിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിക്കുന്നത് കർത്താവാണ്. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. ആദ്യം പറഞ്ഞു നിങ്ങളെ വീഴാൻ സമ്മതിക്കുകയല്ല. രണ്ടാമത് പറഞ്ഞു നിങ്ങളെ തന്റെ മഹിമാസന്നിധിയിൽ. തന്റെ മഹിമാസന്നിധി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായോ? ഏറ്റവും വിശുദ്ധിയുടെ പരിപൂർണമായ സ്ഥലം തന്റെ മഹിമാസന്നിധിയിൽ നിങ്ങളെ കളങ്കമില്ലാത്തവരായി. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഒരു കളങ്കവും ഇല്ലാത്തവരായി. അടുത്തത് കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. അപ്പൊ കളങ്കമില്ലാത്തവരായി നിങ്ങൾ നിന്നതല്ല, നിങ്ങളെ നിർത്തിയതാ. ഒന്ന് ചേർന്ന് പറഞ്ഞു, കളങ്കമില്ലാത്തവനായി ഞാൻ നിന്നതല്ല, എന്നെ കർത്താവ് നിർത്തിയതാ. ശരിയാ, കളങ്കമൊക്കെ എന്നിലുണ്ട്. പക്ഷെ മഹിമാസന്നിധിയിൽ എന്നെ നിർത്തിയപ്പോ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ ഒരു കളങ്കവും ഇല്ലാതെ എന്നെ നിർത്തിയത്. കാരണം ഞാൻ നിന്നത് എന്നിലല്ല, യേശുവിലാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമത്, നിങ്ങളെ വീഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. വീഴ്ചയുടെ വക്കിലായിരിക്കും ഇന്ന് നിൽക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ട് അങ്ങ് എഴുതിയെടുത്തു, ഉറപ്പായിട്ട് അങ്ങ് വിശ്വസിച്ചു. ആരും കരമടിച്ചില്ലല്ലോ, ആ വാക്യം ഒന്ന് കരമടിച്ചൊരാഘോഷമാക്കി തീർത്തോ. വീഴാൻ കർത്താവ് സമ്മതിക്കയില്ല. ഓ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞു വീഴാൻ. ഒന്ന് ചേർന്ന് പറഞ്ഞു, വീഴാൻ യേശു സമ്മതിക്കയില്ല. ഹല്ലേലൂയ. Now unto him that is able to keep you from falling. He is able to keep you from falling. Falling-il നിന്ന് നിങ്ങളെ സൂക്ഷിക്കാൻ. He is able. Who is able? This God is able. Jesus is able to keep you from the falling. വീഴ്ചയെന്ന് നിങ്ങളെ സൂക്ഷിക്കാൻ. എന്നോട് ചേർന്നത് പറഞ്ഞു, വീഴ്ചയെന്ന് എന്നെ സൂക്ഷിക്കാൻ. അതാ വാക്യത്തിൽ പറഞ്ഞു, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കാൻ. ചേർന്ന് പറഞ്ഞു, വീഴാതെ വണ്ണം. എന്നോട് ചേർന്ന് പറഞ്ഞു, വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കാൻ. എന്നെ പറഞ്ഞതിന്റെ അർത്ഥം, വീഴാൻ 10,000 സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ വചനത്തിൽ പറയുന്ന വീഴത്തില്ല, വീഴാൻ നിന്നെ സമ്മതിക്കത്തില്ല. വീഴാതെ വണ്ണം നീ നിന്നെ സൂക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞ, വീഴാതെ വണ്ണം കർത്താവ് നിന്നെ സൂക്ഷിക്കുന്നു. രണ്ടാമത് പറയുക, ഞാൻ ശ്രമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കളങ്കമില്ലാത്തവനായതല്ല. പിന്നെയോ എങ്ങനെയാ വായിച്ചോ? വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി. അടുത്തത്, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. മൂന്നാമത്തേതാണ്,
ഹല്ലേലൂയ. നിർത്താൻ കഴിയാത്ത ഒരു ആനന്ദം നിങ്ങൾക്ക് യേശുവിൽ നൽകപ്പെട്ടു. ഒന്നാമത് നിങ്ങൾ വീഴാൻ അവൻ സമ്മതിക്കത്തില്ല. രണ്ടാമത് നിങ്ങൾ കളങ്കിതരാകുവാൻ അവൻ സമ്മതിക്കയില്ല. കാരണം നിങ്ങളെ മഹിമാസന്നിധിയിൽ നിർത്തിയിരിക്കുന്നത് കളങ്കമില്ലാത്തവരായിട്ടാണ്. എന്നോട് ചേർന്നെന്ന് പറഞ്ഞ് കളങ്കമില്ലാത്തവനായിട്ടാണ്. ഹല്ലേലൂയ. ഇനി ഏതൊക്കെ കാലത്തേക്കായതെന്നൊക്കെ ഞാൻ വിശദീകരിക്കാം. അതിനു മുമ്പ് മൂന്നാമത്തെ കൂടെ ഞാൻ പറയാം. ആനന്ദത്തോടെ ഒന്നുകൂടെ വായിച്ചു പോനെ വാക്ക്. എങ്ങനെ? തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്താൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ആനന്ദത്തോടെ. ഉറക്കെ പറ, ആനന്ദത്തോടെ നിർത്തുവാൻ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നിരാശയോടെ അല്ല, ആനന്ദത്തോടെ, സന്തോഷത്തോടെ, തികഞ്ഞ ആനന്ദത്തോടെ. കർത്താവിന്റെ മുമ്പിൽ വരുമ്പോ മുട്ടക്കച്ചവടത്തിന് പോയിട്ട് നഷ്ടം വന്ന പോലെ അല്ല നിങ്ങളെ നിർത്തിയിരിക്കുന്നേ. കർത്താവിന്റെ മുമ്പിൽ തികഞ്ഞ ആനന്ദത്തോടെ. ഹല്ലേലൂയ. ഇനി 3 കാര്യം ഞാനിപ്പോ പറഞ്ഞത് പിന്നെയും ആവർത്തിക്കാൻ ഉള്ളിൽ എഴുതാൻ വേണ്ടി. 1, നിങ്ങളെ വീഴാൻ സമ്മതിക്കുകയല്ല. 2, നിങ്ങളെ കളങ്കിതരാകാൻ സമ്മതിക്കുകയില്ല. 3, നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടാൻ സമ്മതിക്കയില്ല. നിങ്ങളുടെ ആനന്ദം നിങ്ങളുടെ മുഖത്തുനിന്ന് തുടച്ചു മാറ്റാൻ കർത്താവ് സമ്മതിക്കയില്ല. കാരണം ഈ ആനന്ദം നിങ്ങൾ കയറിയിരിക്കുന്ന രാജ്യത്തിലുള്ളതാണ്. ആ രാജ്യത്തിന്റെ പേര് ദൈവരാജ്യമെന്നാണ്. അതറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോ ഇത്രയും ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് നിന്നോണ്ട് പലതിനെ നോക്കി നിങ്ങൾക്ക് പറഞ്ഞേക്കാം, ഞാൻ വീഴുന്ന കാണാൻ കാത്തിരിക്കുകയല്ലേ, വെറുതെ സമയം കളയാന്നേ ഉള്ളു കേട്ടോ, വീഴാൻ സമ്മതിക്കത്തില്ല. ഇനി രണ്ടാമത് ഞാൻ കളങ്കിതനായിട്ട് അത് ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞ് ആഘോഷിക്കാൻ നോക്കിയിരിക്കുകയല്ലേ, വെറുതെയാ. കളങ്കിതരാകുവാൻ കർത്താവ് സമ്മതിക്കയില്ല, കളങ്കിതരാവുകയില്ല. മൂന്നാമത്തേത്, ഞാനൊന്ന് കരഞ്ഞു കാണാൻ കാത്തിരിക്കുകയല്ലേ, ചുമ്മാ വെറുതെ സമയം കളയാതെ. ഈ കണ്ണീന്ന് കണ്ണുനീര് വരുന്ന ഒരിടപാട് സംഭവിക്കാൻ പോകുന്നില്ല. അഥവാ ഒരു കണ്ണീര് വരുന്നെങ്കിൽ അത് ആനന്ദ കണ്ണീരായിരിക്കും. ദുഃഖത്തിന്റെ ഒരു കണ്ണീര് ഈ കണ്ണിൽ നിന്ന് വരാൻ എന്നെ നിർത്തിയിരിക്കുന്നവൻ സമ്മതിക്കയില്ല. ഇന്നങ്ങോട്ട് ഉറച്ച് എഴുതിക്കോ സഹോദരങ്ങളെ. ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വെല്ലുവിളി ഉയർത്തി, നീ കരയോടാ, നിന്നെ കരയിപ്പിക്കോടാ, നിന്റെ വീട്ടിൽ നീ കരയുവടി, നിന്റെ ചുറ്റുപാട്, നിന്റെ മകന്റെ ആ വിഷയം അങ്ങനെ കിടക്കും, മരുമോൾ ഇങ്ങനെ നിനക്കെതിരെ നിൽക്കും, എന്നിട്ട് നീ കരയുന്ന നോക്കി ഇരുന്നേച്ചാ മതി മോനെ. വചനം അങ്ങനല്ല പറയുന്നേ. യേശുക്രിസ്തുവിലുള്ള എന്റെ ആനന്ദം, ഒന്ന് പറഞ്ഞു, യേശുക്രിസ്തുവിലുള്ള എന്റെ ആനന്ദം, ഹല്ലേലൂയ, നിലയ്ക്കാത്തതാണ്, തീരാത്തതാണ്, അമർത്താൻ കഴിയാത്തതാണ്, ഒതുക്കാൻ കഴിയാത്തതാണ്, പിടിച്ചു നിർത്താൻ കഴിയാത്തതാണ്. മഹിമാസന്നിധിയിൽ എന്നെ നിർത്തി. ഹല്ലേലൂയ. ഇവിടെ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ ഒരു വാക്യം എന്താണെന്നറിയോ? ഈ മഹിമാസന്നിധിയിൽ എന്നെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടെ വേണമെങ്കിൽ ആ വാക്യം വായിച്ചു എന്നിട്ട് ഞാനതൊന്ന് എംഫസൈസ് ചെയ്യാം. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ. ഇവിടെ റെസ്പോൺസിബിലിറ്റി മുഴുവൻ കർത്താവ് ഏറ്റെടുത്തിരിക്കുക. നീ വീഴാൻ ഞാൻ സമ്മതിക്കുകയില്ല, നീ കരയാൻ ഞാൻ സമ്മതിക്കയില്ല. നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ, അതാ വായിക്കേണ്ടത്, തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവനായി. അവിടെയാണ് എല്ലാ കളങ്കവും വെളിപ്പെടുന്നത്. ഈ മഹിമാസന്നിധിയിലാണ് എല്ലാം മറച്ചു വെച്ചതും വെളിപ്പെടുന്നത്. പക്ഷെ അവിടെയാ എന്നെ പെർഫെക്റ്റ് ആക്കിയേക്കുന്നേ. എത്ര പേര് കേട്ടു എന്ന് എനിക്കറിയത്തില്ല. എത്ര ഒളിപ്പിച്ചു വെച്ചതും വെളിവാകുന്നത് ഈ മഹിമാസന്നിധിയിലാ. അവിടെ തന്നെ എന്നെ കളങ്കമില്ലാത്തവനായി, ഒന്ന് ചേർന്ന് പറഞ്ഞു, കളങ്കമില്ലാത്തവനായി. ഹല്ലേലൂയ. തികഞ്ഞ ആനന്ദത്തോടെ, തികഞ്ഞ സന്തോഷത്തോടെ, ഹല്ലേലൂയ, അഭിമാനത്തോടെ വേണം ഈ വാക്യത്തെ സ്വീകരിക്കാൻ. കാരണം കുറ്റാരോപിതനാകേണ്ടത് മഹിമാസന്നിധിയുടെ മുമ്പിലാണ്. കാരണം സകലത്തെയും നഗ്നവും മലർന്നവുമായി കാണുന്ന കണ്ണുകളാണ് ദൈവത്തിന്റെ കണ്ണുകൾ. അവിടെയാണ് ഞാൻ ഏറ്റവും അപമാനിതനായി തല താഴ്ത്തേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ അവിടെ അപമാനിതനായി തല താഴ്ത്തുവല്ല ചെയ്തേ, അഭിമാനിതനായി നെഞ്ചു നെറ്റി ഉയർത്തി കർത്താവിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? എന്നെ നിർത്തിയിരിക്കയാ. ഒന്ന് ചേർന്ന് പറഞ്ഞ് കരമടിച്ച് സ്വീകരിച്ചോ. ഞാൻ നിൽക്കുവല്ല, കർത്താവ് എന്നെ നിർത്തിയിരിക്കയാ. ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശു എന്നെ നിർത്തിയിരിക്കുക. എന്റെ ബ്രദറെ,
കരയാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടല്ല, കരയിപ്പിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, കരയിപ്പിക്കുന്ന വാർത്ത കേൾക്കാഞ്ഞിട്ടല്ല. ആഗ്രഹമുണ്ട് പോലും കരയാൻ പറ്റാത്തൊരു വലിയ ആനന്ദം. ഹല്ലേലൂയ. വീഴാൻ അവസരമില്ലാഞ്ഞിട്ടല്ല, വീഴിക്കാൻ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, വീഴ്ച ആഘോഷിക്കാൻ അവസരങ്ങളില്ലാഞ്ഞിട്ടല്ല, വീഴുമോ എന്ന് ചിന്തിച്ചപ്പോഴും ഏതോ ഒരു കരം വന്ന് പുറകിൽ താങ്ങുന്നു. അത് വേറെ ആരുടെയും അതെത്ര പേർ അനുഭവിക്കുന്നുണ്ട്. അവർക്കായിട്ട് ഞാൻ യേശുവിന് മഹത്വം കൊടുക്കുന്നു. 10,000 അവസരങ്ങൾ നിങ്ങളുടെ പതനം ആഘോഷിക്കുവാൻ ആൾക്കാർ ഒരുമിച്ച് കൈകോർത്തപ്പോഴും അതിന്റെ നടുവിലൂടെ വഴി തുറന്ന് നീ വീഴാൻ സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് നടത്തിയ കരത്തെ ഓർക്കുന്നെങ്കിൽ പരിധി കൂടാതെ കരമടിച്ച് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവേ നന്ദി എന്ന് പറയാൻ തുടങ്ങിക്കോ. എനിക്കറിയാം ഇതിനകത്തൊരു വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം പറയുന്നു, ഇല്ല, വീഴാൻ സമ്മതിക്കയില്ല. ഹല്ലേലൂയ. തന്റെ മഹിമാസന്നിധിയിലാണ് സകല കുറ്റങ്ങളും വെളിവാകുന്നത്. നഗ്നവും മലർന്നവുമായ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ ഒന്നും ആർക്കും മറച്ചു വെക്കാൻ പറ്റിയല്ല. പക്ഷെ അവിടെയാണ് എന്നെ കളങ്കരഹിതനായി, കളങ്കമില്ലാത്തവനായി. അതിനിപ്പുറത്തൊരു പദം ഇട്ടാൽ കൂടുതൽ മനസ്സിലാവും. നിഷ്കളങ്കനായി. ചേർന്ന് പറഞ്ഞേ, നിഷ്കളങ്കനായി, കളങ്കമില്ലാത്തവനായി. ഓ ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചോ വാക്ക്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് എന്ന് പറഞ്ഞാൽ ഈ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. ആരാന്നറിയാമോ? നിങ്ങളെ കളങ്കമില്ലാത്തവരായി നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഒന്ന് പറഞ്ഞേ, ശക്തിയുള്ളവൻ. ഉള്ളവൻ ആരാത്? അതാ തൊട്ട് താഴത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അപ്പൊ ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് ആരാ? കളങ്കമില്ലാത്തവരാക്കി നിർത്തുന്നത് ആരാ? ചേർന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, കളങ്കമില്ലാത്തവരായി നിർത്തുന്ന ആരാ? ഉറക്കെ പറ. കളങ്കമില്ലാത്തവരായി നിർത്തുന്ന ആരാ? ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വിശുദ്ധിയോടെ നിർത്തുന്ന ആരാ? ഉറക്കെ പറ. യേശു. ഞാൻ നിൽക്കുന്ന അല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ, ഞാൻ നിൽക്കുന്ന അല്ല, എന്റെ കർത്താവ് എന്നെ നിർത്തുന്നതാ. അതുകൊണ്ടാ ബ്രദറെ ഞാൻ നിൽക്കുന്നേ. ഹല്ലേലൂയ. ഇനി താഴേക്കുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കിക്കോ. ഏതൊക്കെ കാലത്തേക്ക് ഇങ്ങനെ നിങ്ങൾ നിൽക്കുന്നേ? വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും. നിക്ക്. ഇനി ഇച്ചിരി കൂടെ ഒന്ന് ഗഹനമാണ്. കുറച്ചുകൂടെ ഞാൻ 8 കാര്യം പറയുമെന്ന് പറഞ്ഞതിൽ 4 കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി 4 കാര്യം കൂടെ പറയാൻ പോകാം. അല്ല, 3 കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി 5 കാര്യം കൂടെ പറയാൻ പോകാം. ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോകല്ലേ, നമ്മളത് മുഴുവൻ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി പോവാം. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോണേ. വീഴാതെ വേണം നിങ്ങളെ നിർത്തും. മഹിമാസന്നിധി കളങ്കമില്ലാത്തവരാക്കി നിങ്ങളെ നിർത്തും. അതിന് നിങ്ങളെ നിർത്താൻ നിങ്ങളല്ല ബാധ്യസ്ഥര്, നിങ്ങളെ നിർത്താൻ വിളിച്ചവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. നിങ്ങളെ നിർത്താൻ കഴിവുള്ളവനാ യേശു. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ നിർത്താൻ കഴിവുള്ളവനെയാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത്. ഈ നിൽപ്പ് കർത്താവിന്റെ കൃപയിലുള്ള ആശ്രയത്തിൽ മാത്രമാണ്. ഇനി ഏതൊക്കെ കാലത്തിലേക്കാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് വായിച്ചു നോക്കിയാൽ സർവകാലത്തിന് മുമ്പും. അത് പാസ്റ്റ് അല്ലേ? അതിന്റെ അടി വേണമെങ്കിൽ പാസ്റ്റ് എന്ന് എഴുതിക്കോ. പാസ്റ്റ്, ഭൂതം അല്ലെ? മലയാളത്തിൽ ഭൂതകാലം പാസ്റ്റ്. സർവകാലത്തിന് മുമ്പും ഇപ്പോഴും. ഇപ്പൊ പ്രസന്റ്. സദാകാലത്തോളവും. ഭൂതം, വർത്തമാനം, ഇനി എന്നായിരിക്കും വരണ്ടേ? ഭാവി. അതാ ഇവിടെ പറയുന്നത്. ഭൂതം ആദ്യം പറഞ്ഞു, സർവകാലത്തിന് മുമ്പ്, ഭൂതകാലം, ഇപ്പോഴും, ഇപ്പം പ്രസന്റ്, വർത്തമാനകാലം, ഇനി ഭാവി കാലം, സദാകാലത്തോളവും, ഫ്യൂച്ചർ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. വർത്തമാനം, ഭാവി, വർത്തമാനം, ഭൂതകാലം. ഈ കാലത്തെ മുഴുവൻ, ഹല്ലേലൂയ, നിങ്ങളുടെ ഇന്നലെ, നിങ്ങളുടെ ഇന്ന്, നിങ്ങളുടെ നാളെ. ഒന്ന് സ്വീകരിച്ച പദത്തെ. എന്റെ ഇന്നലെ, എന്റെ ഇന്ന്, എന്റെ നാളെ. എത്ര പേര് പറയും? എന്റെ ഇന്നലെ, എന്റെ ഇന്ന്, എന്റെ നാളെ എന്നെ കളങ്കമില്ലാത്തവനായി നിർത്താൻ കഴിയുന്നവനെയാ ഞാൻ വിശ്വസിക്കുന്നത്. കേട്ടില്ല. എന്റെ ഇന്നലെ, എന്റെ ഇന്ന്, എന്റെ നാളെ. ബ്രദറെ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നാ ഒരു ടെൻഷൻ ഇല്ലാത്ത ചോദിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് എന്നാ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ടെൻഷൻ ഇല്ലാത്ത? ഞങ്ങൾക്കൊക്കെ ഭയങ്കര ടെൻഷനാണല്ലോ ബ്രദറെ. ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അല്ല ബ്രദറെ. അതുകൊണ്ടാ ബ്രദറെ ടെൻഷൻ ഇല്ലാത്ത. സദാകാലത്തേക്ക് നിർത്താമെന്ന് പറഞ്ഞ് കൈപിടിച്ചവനാ നിങ്ങളുടെ ദൈവം.
ഭൂതകാലത്ത് നടത്തിയ ദൈവം വർത്തമാനകാലത്തെ വിഷയത്തിൽ ഇട്ടേച്ചു പോകുന്നല്ല പറഞ്ഞേ. ഇന്നലെ ഞാൻ എന്താണോ അതാ ഇന്ന് ഞാൻ. ഇന്ന് ഞാൻ എന്താണോ അതാ നാളെ ഞാൻ. വിടുന്ന പരിപാടിയില്ല മോനെ, നിന്നെ ഉപേക്ഷിക്കുന്ന പരിപാടിയില്ല. നീ എന്റെ കൺമണിയാ. നിനക്ക് കിട്ടിയിരിക്കുന്ന രക്ഷ സദാ കാലത്തേക്കും കിട്ടിയ രക്ഷയാ. കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം കൊടുക്കോ. ഞാനിത് പറയുമ്പോ തന്നെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാല് ഞാൻ ഈ ആശയത്തെ കുറച്ചുകൂടി ഒന്ന് തുറക്കാം. 2 ആശയങ്ങളാണ് ക്രൈസ്തവ ലോകത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ആശയം, നിങ്ങൾ ദൈവത്തെ പിടിച്ച് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആശയം, ദൈവം നിങ്ങളെ പിടിച്ച് രക്ഷപ്പെട്ടു. ഒന്നുകൂടെ തെളിച്ച് പറയാം. ഒന്നാമത്തെ ആശയം, നിങ്ങൾ ദൈവത്തെ പിടിച്ചത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ആശയം, ദൈവം നിങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. എത്ര പേര് ഇത് രണ്ടും കേട്ടിട്ടുണ്ടാവും? മിക്കവാറും കേൾക്കുന്നത്, നിങ്ങൾ ദൈവത്തെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. പിടിവിടല്ലേ, വിട്ടാ പോയി. പക്ഷെ ഞാൻ ആ കൂട്ടത്തിലല്ല കേട്ടോ. ഞാൻ ദൈവത്തെ പിടിച്ച് രക്ഷപ്പെട്ടതല്ല, ദൈവം എന്നെ പിടിച്ച് രക്ഷപ്പെട്ടതാ. ദൈവം എന്നെ പിടിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഈ വലിയ ഈ തിയോളജി മുഴുവൻ, പ്രൊട്ടസ്റ്റന്റ് തിയോളജിയും അല്ലെങ്കിൽ ലിബറൽ ഈ ആശയങ്ങൾ മുഴുവൻ വന്നിരിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട. ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയാൻ വേണമെങ്കിൽ. 2 മൃഗത്തെയാണ് അതിനു വേണ്ടി കാണിക്കുന്നത്. ഒന്ന് പൂച്ച. പൂച്ചയെ കണ്ടിട്ടില്ലേ? 2 കുരങ്ങ. കുരങ്ങന്റെ പിള്ളേര് തള്ളക്കുരങ്ങിന്റെ ആ വയറില് എന്ത് ചെയ്യും? കണ്ടിട്ടുണ്ടെങ്കിൽ പറ, അള്ളി പിടിച്ചു നിൽക്കും. കൈ വിട്ടാലോ ടപ്പേ താഴെ പോയി. പക്ഷെ പൂച്ചയുടെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ പരിപാടി? എങ്ങനെയാ പറ? കുഞ്ഞിനല്ല റിസ്ക്, പിന്നെ ആർക്കാ റിസ്ക്? തള്ളക്കാ റിസ്ക്. തള്ള എന്ത് ചെയ്യും? കഴുത്തേലല്ല, ഒന്ന് പറഞ്ഞു. അത് തന്നെ. എങ്ങനെ നിങ്ങൾക്ക് അത് അറിയാൻ വരുന്നുണ്ടോന്ന് പറഞ്ഞ്. പല്ലിറങ്ങാതെ, ഒന്ന് പറഞ്ഞ്. പല്ലിറങ്ങാതെ പല്ലിറക്കുവോ? ഇല്ല. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാ. ഇപ്പൊ നിങ്ങൾ ഈ കാൽവിനിസോ അർമീനിയസോ എന്നൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടരുത് കേട്ടോ. എന്തോ കാൽവിനിസം, വാട്ട് ഈസ് അർമീനിസം? ഇത് രണ്ടുമാ സാധാരണക്കാർക്ക് മനസ്സിലാകും. ഒന്ന് കാറ്റ് തിയോളജി, മറ്റേത് മങ്കി തിയോളജി. കാറ്റ് തിയോളജിക്കാർ പറയുന്നത് കാൽവിനിസമാണ്. മങ്കി തിയോളജിക്കാർ പറയുന്നത് അർമീനിസമാണ്. അർമീനിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുരങ്ങനാണ്, മങ്കി തിയോളജിയാണ്. ഓക്കെ, വിട്ടാ പോയി. മറ്റൊരു പറയുന്നത് ഞാൻ പിടിച്ചൊന്നും അല്ല, എന്നെ പിടിച്ചതാ, എന്നെ കടിച്ചെടുത്തോണ്ടാ ഞാൻ കൊണ്ടുപോകുന്നേ. ഞാനിതാ കേട്ടോ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാം കേട്ടോ. ഞാനിത് അടിച്ചേൽപ്പിക്കുകയല്ല. ഞാൻ പിടിച്ചതല്ല കർത്താവേ, അങ്ങ് എന്നെ പിടിച്ചതാ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ തേടിപ്പോയി കർത്താവിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ കർത്താവ് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ടതല്ല. കർത്താവിന്റെ രക്ഷ എന്നെ തേടി വന്ന. ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ അല്ലയോ? എത്ര പേര് പറയും കർത്താവേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് പറയും ഞാൻ യേശുവിനെ തേടി കണ്ടുപിടിച്ചതാ? അല്ല, യേശു എന്നെ തേടി കണ്ടുപിടിച്ചതാ. കാണാതെ പോയ എന്നെ കർത്താവാ തേടി കണ്ടുപിടിച്ചത്. ഞാൻ കർത്താവിനെ അന്വേഷിച്ചു പോയതല്ല. ഞാൻ ദൈവത്തിന്റെ ജീവനിൽ നകന്നായിരുന്നു. അവന്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എന്നെ കർത്താവ് രക്ഷിച്ചു. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെയും ഇതാണ് പ്രസക്തം. രക്ഷ അപൂർണമാണ്. നിങ്ങൾക്ക് കിട്ടിയ രക്ഷ അപൂർണമാണ്. രക്ഷയുടെ 50% നടന്നിട്ടുള്ളൂ. ബാക്കി 50% നിങ്ങളുടെ കൊച്ചുങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നിരിക്കുകയാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞ് തന്നിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ ജീവിച്ച് മുമ്പോട്ട് പോകും തോറും നിങ്ങളുടെ രക്ഷയെ നിങ്ങൾ പ്രവൃത്തിയിലൂടെ പൂർത്തീകരിക്കുകയാണ് എന്ന ചിന്തയാണ് ക്രൈസ്തവ ലോകത്തിൽ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ വളരെ ശക്തമായി പടരുന്നത്. പക്ഷെ ആ ചിന്ത തെറ്റാണ്. വിശുദ്ധനായ ദൈവത്തിൽ നിന്ന്, പൂർണ്ണനായ ദൈവത്തിൽ നിന്ന് അപൂർണമായതൊന്നും വരികയില്ല. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിരിക്കും. ബിക്കോസ് ഹി ഈസ് എ കംപ്ലീറ്റ് ഗോഡ്. അവൻ പൂർണ്ണനായ ദൈവമാണ്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ വാക്യത്തിന്റെ 4 ഭാഗം ഞാൻ പറഞ്ഞത് പിന്നെ ഈ വാക്യത്തിന്റെ ആശയത്തിൽ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കാം. നിങ്ങളെ കർത്താവ് രക്ഷിച്ചു, പക്ഷെ ഇനി മുതല് നിങ്ങളെ വീഴാതെ സൂക്ഷിച്ചോണം. പക്ഷെ ഇവിടെ വാക്യം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുക. നിങ്ങൾ അനുവദിച്ച, ആ പദം അടിവരയിടുക, നിങ്ങൾ അനുവദിച്ച കർത്താവിന്റെ ജോലിയാണ്.
നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുന്നത്. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുകയാണ്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ്, ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ വീഴാതെ വണ്ണം യേശു നിങ്ങളെ സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറയാം, മഹിമാസന്നിധിയിൽ ഏതെല്ലാം കാലത്തേക്കാന്ന് നോക്കി, ഏതെല്ലാം കാലത്തേക്ക്? ഭൂതകാലത്ത്, പിന്നെ വർത്തമാനകാലത്ത്, സദാകാലത്തോളം. അടുത്തൊന്ന് ചേർത്ത് പറഞ്ഞ്, ഭാവി കാലത്ത്. ഇന്നലെ, ഇന്ന്, നാളെ, സദാകാലത്തേക്കും. തേജസ്സും മഹിമയും. ഇനി പറയുന്ന 5 കാര്യം പെട്ടെന്ന് കേട്ടാണ്. തേജസ്, മഹിമ, ബലം, അധികാരം ഉണ്ടാകുമാറാകട്ടെ. 4 കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചാട്ടെ. തേജസ്, ബലം, മഹിമ, അധികാരം. ആദ്യം യേശുവിൽ ഞാൻ ആരാന്ന് പറഞ്ഞു. യേശുവിൽ ഞാൻ ആരാ? വീഴാൻ കഴിയാത്തവനാ. യേശുവിൽ ഞാൻ ആരാ? കളങ്കമില്ലാത്തവനാ. യേശുവിൽ ആരാ? സന്തോഷമുള്ളവനാ. എന്നിട്ട് അടുത്ത പരിചയപ്പെടുത്തുക, യേശു ആരാ? യേശു ആരാ? യേശു ബലം, തേജസ്, മഹിമ, അധികാരം. ഇത് 4 മേളി പറഞ്ഞ 3 എടുത്തിട്ടെ പെട്ടെന്ന് ഇട്. അപ്പൊ ഇതിങ്ങനെ ബന്ധിക്കപ്പെടുന്ന കാണാൻ പറ്റും. മേളി പറഞ്ഞ 3 വീഴാൻ കാര്യം എന്നാ? ഉറക്കെ പറ. എന്നെ വീഴാൻ കാര്യം ബലഹീനനാ. അപ്പൊ എന്നെ ആവശ്യമുള്ളേ വിളിച്ചവൻ എന്തോ ഉണ്ട്? ബലമുണ്ട്. അപ്പൊ ഏതിലേക്ക് ഏത് വന്ന് നിറയുക? കമോൺ ഒന്ന്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ല, നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കേ. വീഴാൻ കാര്യം എന്നാ? ബലഹീനത. ആരാ വീഴുന്നേ? ഒന്ന് പറഞ്ഞേ, ആരാ വീഴുന്നേ? ബലഹീനൻ. കാലിടറുന്നവനാ, ബലം നഷ്ടപ്പെടുന്നവനാ വീഴുന്നേ. അപ്പം വീഴാതിരിക്കണമെങ്കിൽ എന്നാ വേണം? ബലം വേണം. ആദ്യം ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ട്, ആദ്യം യേശുവിലുള്ള എന്നെ പരിചയപ്പെടുത്തിട്ട് പറയാ, ഇനി യേശു ആരാന്നറിയോ? യേശുവിന് നിനക്കില്ലാത്ത എല്ലാം ഉണ്ട്. ഓ ഹല്ലേലൂയ. നിനക്കില്ലാത്ത ബലമല്ലേ? അതുകൊണ്ടല്ലേ നീ വീണേ. അവന് ബലമുണ്ട്. അവിടുത്തെ ബലം ഇനി നിന്നിലാ വെളിപ്പെടാൻ പോകുന്നത്. കമോൺ സ്വീകരിച്ചു പദമെന്ന്. അവിടുത്തെ ബലം എന്നിലാ വെളിപ്പെടാൻ പോകുന്നേ. ഞാൻ ബലഹീനനാ, പക്ഷെ എന്നെ വിളിച്ചവൻ ബലവാനാ. എത്ര പേര് അങ്ങനെ പറയൂ? ഞാൻ ബലഹീനനാ, പക്ഷെ എന്നെ വിളിച്ചവൻ ബലവാനാ. ഹല്ലേലൂയ. എനിക്ക് ബലമില്ല, പക്ഷെ എന്നെ വിളിച്ചവന് ബലമുണ്ട്. വിളിച്ചവന്റെ ബലത്താൽ ഞാൻ ബലവാനാണ്. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഓരോന്ന് ഞാൻ എടുത്തിടാം. ബൈബിളിൽ വരയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ കൊടുത്തോണം. മേളിൽ നിന്നും താഴോട്ടും വരയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കേട്ടോ, മേളിൽ നിന്നും താഴോട്ടും ആരോ കൊടുത്തോണം. ആരോ കൊടുത്ത് പഠിച്ചോണം. അത് അങ്ങനെ തന്നെ പഠിക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി ആ വാക്യം വായിച്ചു. മേളിൽ പറഞ്ഞു, വീഴാതെ വണ്ണം. വീഴാൻ കാരണം ബലഹീനതയാണ്. ആ ബലഹീനതയിലേക്ക് കർത്താവിന്റെ ബലം. നമ്പർ 1 ബലം. പിന്നെ തേജസ്. ഈ കളങ്കമുള്ള അവസ്ഥ മാറുന്നത് എപ്പോഴാ? തേജസ് വരുമ്പോഴാണ്. ഹല്ലേലൂയ. തേജസ്സും അടുത്തൊന്ന് വായിച്ചേ. മഹിമാസന്നിധി നിൽക്കാൻ കാര്യം എന്നാ? മഹിമയിൽ ഉള്ളവൻ എന്നെ വിളിച്ചത് കൊണ്ടാണ്. നോക്കി ഇങ്ങോട്ട് നോക്കി. കമോൺ. ആദ്യത്തെ പറഞ്ഞു ബലഹീനത മാറാൻ കാര്യം എന്നാ? ബലമുള്ളവൻ എന്നെ വിളിച്ചു. രണ്ടാമത്തേത് മഹിമ എന്നിൽ വന്നു. മഹിമ എന്നിൽ വന്നുകൊണ്ടാണ് ബലം. അടുത്ത വായിച്ച ബലം, തേജസ് എന്നിൽ വന്നുകൊണ്ടാണ് ഞാൻ എങ്ങനെ ആയത്. എങ്ങനെ നിന്നെന്നാ പറയുന്നേ? എങ്ങനെ? കളങ്കമില്ലാത്ത എന്റെ കളങ്കത്തെ മുഴുവൻ മൂടിയതെന്നാ? ഉറക്കെ പറ. കർത്താവിന്റെ തേജസ്. ഉറക്കെ പറ. യേശുവിന്റെ തേജസ്. ഇങ്ങനെ നോക്കിയാൽ എന്നിൽ കാണാനുള്ളത് മുഴുവൻ കളങ്കമാ. പക്ഷെ കളങ്കം കാണാൻ കഴിയാതെ വണ്ണം അവന്റെ തേജസ് വന്ന് എന്നെ മൂടിയിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിൽ ഞാൻ നിലനിൽക്കുന്നത്. ഇനി അടുത്ത വായിച്ചോ. അടുത്തത് മഹിമ കിട്ടിയത് കൊണ്ടാ മഹിമാസന്നിധിയിൽ നിൽക്കുന്നത്. അടുത്ത വാക്ക് എന്നോട് ചേർന്ന് പറഞ്ഞു. മഹിമ കിട്ടിയത് കൊണ്ടാണ്. എല്ലാരും പറ. മഹിമാസന്നിധി. ബലം വീഴാതെ വണ്ണം. കണക്ട് ചെയ്യാ. ബലം വീഴാതെ വണ്ണം. പിന്നെ ബലം, തേജസ് കളങ്കമില്ലാത്തവരാക്കി നിർത്താൻ വേണ്ടി. ബലം തന്നു വീഴാതിരിക്കാൻ. തേജസ് തന്നു കളങ്കമില്ലാത്തവരാകാൻ. മഹിമ തന്നു മഹിമാസന്നിധി നിൽക്കാൻ. കമോൺ. നിങ്ങൾ എന്റെ കൂടെ ഇല്ല. ഒന്നുകൂടെ പറയണോ? ബലം തന്നു വീഴാതിരിക്കാൻ. പിന്നെ തേജസ് തന്നു എന്താ? കളങ്കമില്ലാത്തവരാകുവാൻ. 3 മഹിമ തന്നു മഹിമാസന്നിധി നിൽക്കാൻ. നിങ്ങളെ വിളിച്ചവൻ എന്തൊക്കെ ഉണ്ടോ അതാ നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. എന്തെല്ലാം യേശുവിനുണ്ടെന്ന് പരിചയപ്പെടുത്തുക. അവിടത്തേക്ക് ബലമുണ്ട്. ആ ബലം ഇപ്പൊ നിങ്ങളിലാ.
അവിടത്തേക്ക് മാനമുണ്ട്, അതിപ്പോ നിങ്ങളിലാ. ഓ ഒന്ന് പറഞ്ഞു, അതിപ്പോ നിങ്ങളിലാ. അതാ പറഞ്ഞു, ഒരുവൻ യേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അവൻ പുതിയ സൃഷ്ടിയായി. എന്തെല്ലാം യേശുവിലുണ്ടോ അത് മുഴുവൻ അവന്റേതാണ്. ഇനി ചോദിച്ചോണ്ടിരിക്കുകയല്ല, എടുത്തുപയോഗിക്കുകയാണ്. കാരണം യേശുവിലുള്ളതെല്ലാം അവന്റേതാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഞാൻ വീഴാതെ വണ്ണം എന്നെ സൂക്ഷിക്കുന്നത് എന്റെ മേൽ വന്ന കർത്താവിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ആ കൃപ എങ്ങനെയാണ് നിലനിൽക്കുന്നത്? എന്റെ ബലഹീനതയിലേക്ക് അവന്റെ ബലം, എന്റെ കളങ്കത്തിലേക്ക് അവന്റെ തേജസ്, പിന്നെ എന്റെ കളങ്കത്തിലേക്ക് എന്റെ മഹിമാസന്നിധി നിൽക്കാൻ വേണ്ടി അവന്റെ മഹിമ. അടുത്ത തന്നെ സന്തോഷമുള്ളവ ആനന്ദത്തിന് വേണ്ടി അധികാരം. എന്നാ അവിടെ അധികാരത്തിന്റെ അർത്ഥം? എന്റെ ആനന്ദത്തെ തല്ലിക്കെടുത്തുന്നതിനെ മുഴുവൻ, അതിനെ തടുത്ത് എതിർത്ത് പരാജയപ്പെടുത്താനുള്ള അധികാരം എനിക്ക് ദൈവം തന്നു. പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? എന്നെ നിരാശപ്പെടുത്തുന്ന എന്തു കൺമുമ്പിൽ വന്നാലും അതിനെ നോക്കി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എന്ന് പറയാനുള്ള ശക്തി എനിക്ക് തന്നു. അധികാരം നിമിത്തം നിലയ്ക്കാത്ത സന്തോഷം, നിലയ്ക്കാത്ത ആനന്ദം. ഒന്ന് കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തോ. ഇതെന്ന് പറയുമ്പോൾ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടേണ്ടിയതല്ല, കിട്ടിയതാണ്. അതാണ് ഇന്ന് ദൈവമക്കളെ, ഓ ഇത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി കരമടിച്ചാട്ടെ. ഭാഗ്യം, ഇവിടെ കൈയടിക്കാൻ ആളില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇത് ലഭിച്ചത് കൊണ്ടൊന്ന് കരമടിച്ചൊന്ന് കർത്ത. ഇതാണ് തിരിച്ചറിവ്. സകലവും കാൽവരി ക്രൂശിലെ കഷ്ടാനുഭവത്താൽ യേശു എനിക്ക് തന്നു കഴിഞ്ഞു. അവിടുത്തെ ബലം എനിക്ക് തന്നു കഴിഞ്ഞു. ആ ബലം ഉള്ളത് കൊണ്ട് വീഴാതെ ഇന്ന് എനിക്ക് നിൽക്കാൻ പറ്റുന്നു. ഓ ഇന്ന് വീഴാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ സീക്രട്ട് നിങ്ങൾ അന്വേഷിക്കുന്നത്. എങ്ങനെയാ ബ്രദറെ, എങ്ങനെയാ ഇതിനെ തരണം ചെയ്യാൻ പറ്റുന്നതെന്ന് ആരോടും ചോദിക്കണ്ട. ഈ വചനം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അവന്റെ മിടുക്കോ അവന്റെ കഴിവോ അല്ല, അവന്റെ മസിൽ പവർ അല്ല. അവനെ നിർത്തിയിരിക്കുന്നത് കർത്താവിന്റെ ബലമാ. കർത്താവിന്റെ ബലമാ. ഒന്ന് പറഞ്ഞോ കർത്താവിന്റെ ബലമാ. ഹല്ലേലൂയ. ഉയരത്തിന്റെ ബലമാ. ആരോ ശക്തനാക്കുന്നതുകൊണ്ടാ ശക്തരാകുന്നേ. ഒന്ന് പറഞ്ഞേ, ആരോ ശക്തരാക്കുന്നത് കൊണ്ടാ. എന്നെ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഒന്ന് പറഞ്ഞേ, എന്നെ ശക്തനാക്കുന്ന. Somebody is strengthening me. Somebody is strengthening me. ആരോ എന്നെ ബലപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞാൻ സകലത്തിലും മതിയാകുന്നു. അല്ലാതെ എന്റെ ബ്രദറെ എന്റെ കഴിവിൽ ആശ്രയിച്ചല്ല. ഇന്ന് ഞാൻ നിൽക്കുമ്പോ എനിക്കറിയാം എന്നെ നിർത്തിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നേ. ഹല്ലേലൂയ. ഒന്ന് സ്വീകരിച്ചു. ആ വലിയ ബലം ഇവിടെ പകർന്നുകൊണ്ടിരിക്കുകയാ. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീഴ്ച ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവരുടെ നടുവിലേക്ക് പഴയ ഞാൻ തന്നെയാ കേട്ടോ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, പഴയ ഞാൻ തന്നെയാ. അപ്പൊ നീ വീണില്ലേ? എങ്ങനെ വീഴാനാ പൊന്നെ? എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, എന്നെ വീഴാൻ സമ്മതിക്കാത്ത ഒരു കരുത്തെ ഞാൻ കാണും. അല്പം ഒന്ന് താഴുമ്പോൾ ഉയർത്തുന്ന ഒരു കരത്തെ ഞാൻ കാണുന്നു. ക്ഷീണിക്കുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരു കരത്തെ, തകരുമ്പോൾ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ആശ്വാസത്തിന് ഒരാൾ പോലും അടുക്കലെത്താത്തപ്പോഴും ആരുമില്ലേലും നീ ജയിക്കുമെടാ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ ഞാൻ കേൾക്കുന്നു. ഒറ്റയ്ക്ക് നീ ജയാളിയാകുമെടാ എന്നൊരു ശബ്ദത്തെ ഞാൻ കേൾക്കുന്നു. അത് കേൾക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കൊത്തിപ്പറിയേറ്റായിരിക്കാം എന്റെ വചനം ഇന്ന് കേൾക്കുന്നത്. എന്റെ ഈ വചനം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊത്തിപ്പറിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ പതനം ആഘോഷിക്കാൻ പലരും ഒരുമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതിന്റെ നടുവിലൂടെ ഒരു ജയാളിയെ പോലെ, അതിന്റെ നടുവിലൂടെ ഒരു ജയാളിയെ പോലെ നടത്തുന്ന വലിയ ഒരു ദൈവകൃപ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക ബ്രദറെ. ഹല്ലേലൂയ. ആരാ ചോദിക്കുന്നു ഇത് എത്ര നാളത്തേക്കുണ്ടാവും? ആരോ ചോദിക്കുന്നത് എത്ര നാളത്തേക്കുണ്ട് ബ്രദറെ? ഞാനൊരു ദിവസം പ്രാർത്ഥിക്കാൻ ഉറങ്ങിപ്പോയി. അലാറം വെച്ച് 4:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളാ. ഒരു ദിവസം മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ഉറങ്ങിപ്പോയി, അലാറം വെച്ച് കേട്ടില്ല. പോയോ ബ്രദറെ? എല്ലാം നോ. ഞാൻ നിൽക്കുന്ന എന്റെ പ്രാർത്ഥനയിലല്ല, ഞാൻ നിൽക്കുന്ന അവന്റെ കൃപയിലാണ്.
ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് കൃപ ലഭിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ 5 മണിക്കൂറത്തെ പ്രാർത്ഥനയല്ല എന്റെ ആശ്രയം. എന്റെ ആശ്രയം കർത്താവിന്റെ കൃപയാ. ഞാൻ 5 മണിക്കൂറോ 10 മണിക്കൂറോ പ്രാർത്ഥിക്കാൻ തയ്യാറാ. പക്ഷെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കൃപയാ. എത്രയോ ദിവസം നിങ്ങളും ഞാനും പ്രാർത്ഥിക്കാൻ മറന്നുപോയി. അന്നേരവും നിന്നില്ലേ, അന്നേരവും മാനിച്ചില്ലേ, അന്നേരം ഉയർത്തിയില്ലേ, നന്മയൊന്നും മുടങ്ങിയില്ലല്ലോ. നിങ്ങൾ യോഗത്തിന് വന്നില്ലെന്ന് പറഞ്ഞ് എന്നേലും തരാതിരുന്നോ? 2ാം തരത്തിൽ നിങ്ങളെ കണ്ടോ? നാട്ടിൽ പറയുന്ന പോലെ 3ാം കൂടി നിങ്ങളെ കണ്ടോ? കണ്ടില്ലല്ലോ. എന്നാ കാര്യം? അവന്റെ കൃപയിലാ നിങ്ങൾ നിൽക്കുന്നേ. ഇവിടെ നിന്നോണ്ട് എന്നാ ചെയ്യാൻ പറ്റിയെങ്കിലും ഓർത്തോ, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ചെയ്യിപ്പിച്ചവനാണ്. ചെയ്യിപ്പിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ കരമടിച്ച് എന്നെ വീഴാതെ വണ്ണം നിർത്തിയേക്കുക. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് ഇങ്ങനെ പറയാൻ താല്പര്യമുണ്ടോ? എന്നെ വീഴാതെ വണ്ണം നിർത്തിയേക്കുക. ഒന്ന് പറഞ്ഞു വേണമെങ്കിൽ എന്നെ ബലവും. ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അച്ഛൻ വേണേ അച്ഛന്റെ കാര്യം പറയാം. ഇവിടെയൊക്കെ ഞാൻ ഇച്ചിരി സെൽഫിഷ്. തേജസ്സും അധികാരവും ബലവും മഹത്വവും ഉള്ള കർത്താവ്. ആ കർത്താവ് ആരാടാ ഇവനെ വിളിക്കുന്നത് പറഞ്ഞു ബലമായിട്ട് ഇങ്ങനെ നിൽക്കുക. മഹത്വം. അന്നേരം പറയുന്നത് തെങ്ങടയിലെ ആൾക്കാരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പറയുക, ഇവൻ ഇതുവഴി പോകുന്നുണ്ടല്ലോ, ഇവരെ അത് പോടാ പോരെ, തരത്തിൽ പോയി കളിക്കും, ഇത് വേറെ റേഞ്ചാ മോനെ. ഹല്ലേലൂയ. നിനക്ക് തൊടാൻ ഒക്കത്തില്ല, കാരണം ഞാൻ നിർത്തിയിരിക്കുക. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകിയ ഞാൻ നിർത്തിയിരിക്കുന്ന എന്റെ മകനായത്. ചോദ്യം, എത്ര നാളത്തേക്ക് ഉണ്ടാവും ഇതൊക്കെ? സർവകാലത്തിനു മുമ്പ്, ഭാവിയും ഭൂതം വർത്തമാനം തൊട്ടുപറ സകല കാലത്തേക്ക്, സദാകാലത്തേക്ക്. സദാകാലത്തോളം എനിക്ക് കിട്ടിയ രക്ഷ വർത്തമാന കാലത്തിലാണെങ്കിൽ, എനിക്ക് കിട്ടിയ രക്ഷ ഭാവികാല രക്ഷയെങ്കിൽ, എനിക്ക് കിട്ടിയ രക്ഷ ഭൂതകാല രക്ഷയെങ്കിൽ, ആ രക്ഷയെ വിശേഷിപ്പിച്ചതായ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. കരമടിച്ച പദത്തിനായിട്ടൊന്ന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ ഞാന് യേശുവിൽ ആരാന്ന് അറിഞ്ഞ് whenever I trust in his ability, കർത്താവിന്റെ ആ ബലത്തെ ആശ്രയിക്കുന്നു. യേശുവിൽ ആരാന്ന് അറിഞ്ഞ് whenever I trust in his ability, കർത്താവിന്റെ ആ ബലത്തെ ആശ്രയിക്കുന്നു. whenever I trust in his ability, കർത്താവിന്റെ ആ ബലത്തെ ആശ്രയിക്കുന്നു. യേശുവിൽ ആരാന്ന് അറിഞ്ഞ് whenever I trust in his ability, കർത്താവിന്റെ പോയി ബ്രദറെ, എല്ലാം കൈവിട്ടു പോയി എന്ന് പറഞ്ഞെടുത്ത് കർത്താവ് കൈ പിടിച്ചു ഉയർത്തിയിട്ട് പറയുക, എന്റെ ബലമുള്ള നീ പോകാൻ ഞാൻ സമ്മതിക്കയില്ല, എന്റെ ബലമുള്ള നീ വീഴാൻ ഞാൻ സമ്മതിക്കയില്ല. തകർന്നെന്ന് പറഞ്ഞെടുത്ത് പണി തറക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ഒന്ന് കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. ഇന്നലെ അതുണ്ടെങ്കിൽ, ഇന്നതുണ്ടെങ്കിൽ നാളെയും അതുണ്ട്. എത്ര പേരെന്നോട് ചേർന്നത് പറയുക? ബ്രദറെ, ഇന്ന് ഞാൻ കടന്നു പോകുന്ന പ്രത്യേക ഘട്ടം, ബ്രദറെ ഇന്നലെ കടന്നുപോയ പ്രത്യേക ഘട്ടത്തിലുണ്ടെങ്കിൽ പിന്നെന്തിനാ ഇന്ന് അവിശ്വസിക്കുന്നേ? ഇന്നും അതുണ്ടാകും. നാളെയോ? നാളുകളിൽ കാണിച്ചു തരാടാ. നോക്കിയിരുന്നാ മതി. ഓരോരുത്തനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഒരുത്തനും ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാരണം ബലവും മഹത്വവും അധികാരവും തേജസ്സുമായിട്ട് എന്നെ വിളിച്ചവൻ എന്റെ മുമ്പിൽ വീരിഞ്ഞു നിൽക്കുക. അവനെ തകർത്തിട്ടല്ലാതെ, അവനെ തീർത്തിട്ടല്ലാതെ എന്നെ തൊടാൻ കഴിയുകയില്ല ഒരു ശക്തി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഞാൻ ഈ വാക്യത്തിനകത്ത് കർത്താവിനെ ഒന്ന് അനുഭവിക്കുകയായിരുന്നു. ഇത് എന്നാ പറയണ്ടേ, ഒരു കൊച്ചു കുഞ്ഞ് നടന്നു പോകുമ്പോ ഒരു അപ്പൻ ഒരു അമ്മയുടെ കണ്ണ്, ഓ അതിനെ എങ്ങനെ, എടാ മോനെ വീടല്ലടാ മോനെ, വീടല്ല വീടല്ല വീട് വീടല്ലെന്നും പറഞ്ഞ് എങ്ങനെ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു അതുപോലെ. ഓ ഹല്ലേലൂയ. ഞാൻ ആ 2 ചക്രമുള്ള വാഹനം തെന്നിച്ചോടിച്ചോണ്ട് വലിയ സ്റ്റൈലിൽ പോയപ്പോഴും, ഓ കണ്ടോ എന്റെ ഓടിയെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നിന്നപ്പോഴും കർത്താവ് പറഞ്ഞ ഞാൻ മാറിയായിരുന്നെ കാണായിരുന്നു.
എന്നേലുമൊക്കെ സാധിച്ചു എന്ന് പറഞ്ഞ്, ഓ കണ്ടോ എന്നെ നോക്ക്, ഞാൻ ആ ഇന്റർവ്യൂവിന് ജയിച്ചു, എന്റെ കഴിവ് കണ്ടോ, ഞാനിപ്പോ എവിടെ ആയിരിക്കുന്നു, എന്റെ കീശയിലെ കാശ് കണ്ടോ, കാശിന്റെ കട്ടി കണ്ടോ, വലിയ പോക്കറ്റ് കണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ കർത്താവ് ചിരിക്കുക. ഞാനൊന്ന് മാറിയായിരുന്നെ കാണായിരുന്നു. എന്നാ കർത്താവ് കയറി നിന്നാൽ, കർത്താവ് കയറി നിന്നാൽ തേജസ്സും അധികാരവും മഹത്വവും അധികാരവും ബലവും ഇന്നിവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് അടുത്തിരിക്കേണ്ടി വന്നതിൽ അടുത്തിരിക്കുന്ന ആള് ഖേദിക്കരുത്. ആ വ്യക്തിക്ക് കൈ കൊടുത്താട്ടെ പ്ലീസ്. എന്നിട്ട് അവരോട് പറ, നിങ്ങൾ വീഴാൻ അവൻ സമ്മതിക്കുകയില്ല. ഓറൊക്കെ അങ്ങ് പറഞ്ഞാലേ, വീഴാൻ അവൻ സമ്മതിക്കത്തില്ല. സമ്മതിക്കൂല മോനെ, സമ്മതിക്കുകയല്ല. ഒന്ന് പറഞ്ഞു, ഒന്ന് രണ്ട് പേരോടൊന്ന് പറഞ്ഞു, സമ്മതിക്കുകയല്ല. നീ വീഴാൻ അവൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. ഒന്ന് പറഞ്ഞോ, സമ്മതിക്കത്തില്ല. പറഞ്ഞേ സമ്മതിക്കത്തില്ല. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്നെ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ 1000 പേര് കൂടിക്കോട്ടെ, ഒറ്റയ്ക്കായിരിക്കും. സ്തോത്രം പറഞ്ഞു. വാഗ്ദത്തം നിന്റെ കയ്യിലാ, ഉറപ്പ് നിന്റെ കയ്യിലാ. നിന്നോട് മാത്രമേ കർത്താവ് ഇത് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളോട് മാത്രമേ യേശു ഇത് പറഞ്ഞിട്ടുള്ളൂ. വീഴാതെ വണ്ണം. ഒന്ന് പറഞ്ഞു, വീഴാതെ വണ്ണം. വീഴത്തില്ലെന്ന് മാത്രമല്ല, ഈ അധികാരത്തിലും തേജസ്സിലും ബലത്തിലും എന്നെ നിർത്തിയപ്പോ, ആ തിരിച്ചറിവ് എന്റെ ഉള്ളിൽ വന്നപ്പോ ഒരാനന്ദം അങ്ങോട്ട് പൊട്ടി പുറപ്പെട്ടു. അണയാത്ത ആനന്ദം, അണയാത്ത ആനന്ദം, അണയാത്ത, പിടിച്ചു നിർത്താൻ പറ്റാത്ത ആനന്ദം. എത്ര പേരത് വിളിച്ചു പറയും, എത്ര പേരത് വിളിച്ചു പറയും. ഹല്ലേലൂയ. ഒന്ന് ആഘോഷമാക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേര് ഈ വാക്യത്തെ ഒരു ആഘോഷമാക്കി തീർക്കും? കമാ കമാ. എത്ര പേര് ഈ വാക്യത്തെ ഒരു ആഘോഷമാക്കി? ഞാൻ വീഴാൻ അവൻ സമ്മതിക്കേ. എത്ര പേര് 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 ഉറക്കെ പറ, ഞാൻ വീഴാൻ സമ്മതിക്കയില്ല. കമോൺ 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 സംബാഡി, കമോൺ സംബാഡി. ഞാൻ വീഴാൻ സമ്മതിക്കയില്ല. ഉറക്കെ പറ, ഞാൻ വീഴാൻ സമ്മതിക്കയില്ല. ഞാൻ ഉറക്കെ പറ ബ്രദറെ, ഞാൻ വീഴാൻ. കമോൺ സംബാഡി. ഹേയ് 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 ഹേയ്. ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഒന്ന് പറഞ്ഞ് ഉറപ്പിച്ചേ, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഞാൻ വീഴാൻ. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കേ. ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ സഹോദരങ്ങളെ, ഒന്ന് പറഞ്ഞേടാ, ഉറക്കെ പറ, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഹേയ്, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഞാൻ പറയടാ, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഹേയ്, ഓ പറഞ്ഞേ, ചൂട് പിടിച്ച് പറഞ്ഞേ, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. സമ്മതിക്കയില്ല. ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. എന്നെ വീഴാതെ സൂക്ഷിക്കുന്ന ഒരു കരം എന്റെ പുറകിലുണ്ട്. പറയ്. എന്നെ വീഴാതെ സൂക്ഷിക്കുന്ന, ഒന്ന് പറഞ്ഞ്, എന്നെ വീഴാതെ സൂക്ഷിക്കുന്ന ഒരു കരം എന്റെ പുറകിലുള്ള എത്രയും കാലം. പറഞ്ഞേ, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ഹലോ, ഉറക്കെ പറ. ഓ കമാ എവരിബഡി, എവരിബഡി. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഞാൻ വീഴാൻ അവൻ സമ്മതിക്കയില്ല. കിഡ്നി രോഗിയായിരിക്കാം, പക്ഷെ നീ വീഴാൻ അവൻ സമ്മതിക്കയില്ല. രോഗം കയറി മൂടുന്നുണ്ടാകാം, പക്ഷെ വീഴാൻ അവൻ സമ്മതിക്കയില്ല. ബ്രദറെ, വീഴാൻ സമ്മതിക്കയില്ല കേട്ടോ. ഒന്ന് പറഞ്ഞു, വീഴാൻ അവൻ സമ്മതിക്കയില്ല. സംശയമല്ല ഉണ്ടോ? ഒരു ഡൗട്ടും വേണ്ട. വീഴാൻ സമ്മതിക്കയില്ല. ആഗ്രഹിച്ചാ പോലും, പറയാവോ? ആഗ്രഹിച്ചാ പോലും എന്നെ പറയാത്തെ സുന്ദരി, ഉറക്കം പറ. വീഴാൻ അവൻ സമ്മതിക്കുകയല്ല. എന്റെ ബ്രദറെ, ഇതൊരു വലിയ ദൈവകൃപയാ. വീഴാൻ സമ്മതിക്കത്തില്ല. പറഞ്ഞേ, വീഴാൻ സമ്മതിക്കത്തില്ല. പ്രായമൊക്കെ ആയി കാണും, തലയൊക്കെ നരച്ചു കാണും. ഞാനൊന്ന് ഇരിക്കുന്ന കാണാൻ ഒത്തിരി പേര് കാത്തിരിക്കുന്നുണ്ടാവും. പക്ഷേ വീഴാൻ, വീഴാൻ വീട്ടിലുള്ള ഒരു പ്രതികൂലമായിരിക്കും, നാട്ടിലുള്ള ഒരു പ്രതികൂലമായിരിക്കും. എന്റെ പൊന്നപ്പച്ച,
എന്ന് വിളിക്കുന്നതുകൊണ്ടായിരിക്കും നിൽക്കുന്നേ. പക്ഷേ വീഴാൻ അവൻ സമ്മതിക്കയില്ല. വീഴാതെ വണ്ണം മഹിമാസന്നതയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ഒന്ന് പറഞ്ഞേ ആനന്ദത്തോടെ യേശുവിലൊരു ജീവിതമുണ്ട്. യേശുവിലൊരു ജീവിതമുണ്ട്. യേശുവിലൊരു ജീവിതമുണ്ട്. ഒരു നല്ല ജീവിതമുണ്ട്. ഒരു നല്ല ജീവിതമുണ്ട്. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സമാധാനം, എന്തോ ഒരു സമാധാനം, അടങ്ങാത്ത ആവേശം, അടങ്ങാത്ത ആവേശം, തിരതല്ലും സന്തോഷം, തിരതല്ലും സന്തോഷം. തൊട്ടേ 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 യേശു എന്നെ തൊട്ടേ, യേശുവിനെ തൊട്ടേ. യേശുവിലൊരു ജീവിതമുണ്ട്. യേശുവിലൊരു ജീവിതമുണ്ട്. ഒരു നല്ല ജീവിതമുണ്ട്. ഒരു നല്ല ജീവിതമുണ്ട്. തൊട്ടേ 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 യേശു എന്നെ തൊട്ടേ. യേശുവിനെ തൊട്ടേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഒന്ന് ഉറക്കെ പറഞ്ഞേ. തൊട്ടേ 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 യേശുവിനെ തൊട്ടേ. യേശുവിനെ തൊട്ടേ. യേശുവിലൊരു ജീവിതമുണ്ട്. കർത്താവ് ചെയ്ത അത്ഭുതം. ഓർമ്മയുണ്ടോ ഈ കുടുംബത്തെ? ഒന്ന് തിരിഞ്ഞേ, ഇവരെല്ലാരും ഒന്ന് കാണട്ടെ. ഓർമ്മയുണ്ടോ ഈ കുടുംബത്തെ? ഓർമ്മയുണ്ടോ? എന്നിട്ട് തിരിഞ്ഞേ ഒന്ന് കണ്ടേ. ഓർമ്മയുണ്ടോ ഈ കുടുംബത്തെ? ഉണ്ടോ? കരഞ്ഞ് ടൗൺ ഹാളില് ഒരു ദിവസം ഇവരുടെ ചരിത്രം കേൾക്കണം, ഭയങ്കര രസമാണ്. ഇവർ വന്നാൽ ഞാൻ ആദ്യ ദിവസം പോലെ ഓർക്കുന്നു. ഒരു ദിവസം രാവിലെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ടൗൺ ഹാളിൽ വന്നു. രാവിലെ മീറ്റിംഗ് ഇല്ല. എന്നാ ചെയ്യാനാ? എന്തോ ചെയ്യാനാ? ഹോളില്ല. ചങ്ങനാശ്ശേരിയിൽ ഒരു ഹോളും ഇല്ല. ചെറിയ ഹോളും ഇല്ല, വലിയ ഹോളും ഇല്ല, ഒന്നുമില്ല. ഒരു 100-300 പേര് രാവിലെ ടൗൺ ഹാളിൽ വന്നിരിക്കുക. സ്ഥിരമായിട്ട് വരുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ വൈകിട്ട് ആരാണ് നടക്കുന്നത്. അന്ന് ആദ്യമായിട്ട് ഈ കുടുംബം വരിക. അപ്പോ എവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ആ ടൗൺ ഹാളിന്റെ മുമ്പിൽ മരത്തിന്റെ ചുവട്ടില് ജോസ് ബ്രദർ ഉണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ? മരത്തിന്റെ ചുവട്ടില് മീറ്റിംഗ് നടന്നു. പിറ്റേ ആഴ്ച ഇവര് വന്നു. അന്ന് ഈ സഹോദരിയെ, ഈ ബ്രദറിനെ ആദ്യം വിളിച്ചല്ലേ, അദ്ദേഹത്തിന്റെ പേര് കർത്താവ് വെളിപ്പെടുത്തി. ഇവരുടെ പേരായിരുന്നു. ആദ്യമായിട്ട് വരുമായിരുന്നു അന്ന്. ആദ്യത്തെ ദിവസം അങ്ങനെ ചോദിച്ചത്. ആദ്യത്തെ ദിവസമാണ് വരുന്നത്. ആദ്യമായിട്ട് വരുമായിരുന്നു. ഇവരെ പേര് വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു, കർത്താവ് നിനക്ക് തലമുറയെ തരാൻ പോവാ. അന്ന് നിങ്ങൾ കൈ അടിച്ച പോലെ ഈ പുള്ളിക്കാരി കൈ അടിച്ചില്ല. കാരണം പുള്ളിക്കാരിക്ക് അറിയാം മെഡിക്കലി അത് ഇമ്പോസിബിൾ ആണ്. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു മരിച്ചതാണ്. ഒരിക്കലും അത് സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. അന്ന് കർത്താവ് പറഞ്ഞു, ക്രൂശിലെല്ലാം യേശു ചെയ്തു കഴിഞ്ഞു. ഇതൊരു പഴങ്കഥയല്ല, ആരോ എങ്ങോ പറഞ്ഞ അബദ്ധപഞ്ചാംഗം അല്ല, സത്യമാണ്. കണ്ടോ ചാപിള്ളയെ അബോഷം ചെയ്ത് കളഞ്ഞ് വന്നിരിക്കുകയല്ല, ജീവനുള്ള കുഞ്ഞിനെ കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു. യേശുവിൽ ഒരു ജീവിതമുണ്ട്. ഒരു നല്ല ജീവിതമുണ്ട്. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സമാധാനം. തൊട്ടേ 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 യേശുവിനെ തൊട്ടേ. തൊട്ടേ 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 യേശുവിനെ തൊട്ടേ. യേശുവിലൊരു ജീവിതമുണ്ട്. യേശുവിലൊരു ജീവിതമുണ്ട്. എത്രയെണ്ണം ഉണ്ടായിരുന്നു ആദ്യം ഡോക്ടർ പറയുമ്പോ? 2 എണ്ണം ഉണ്ടായിരുന്നു. കേൾക്കണേ ആ സാക്ഷ്യം. സ്കാനിങ്ങിന്റെ ഓരോ ഘട്ടങ്ങളിലും 2 വലിയ മുഴ അളവുൾപ്പെടെ എഴുതി തന്നു. അല്ലെ? അളവുൾപ്പെടെ ഓരോ അളവുൾപ്പെടെ എഴുതി കൊടുത്തു. ഹല്ലേലൂയ. 20 തവണയെങ്കിലും അളവുൾപ്പെടെ എഴുതി കൊടുത്തു. ഇത്രയും വലിയ മുഴ വയറ്റിലുണ്ടെന്നും പറഞ്ഞു. വിശ്വാസത്താൽ ഇത് കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരം
ഇത് യേശുവിന്റെ തിരുരക്തം എന്ന് പറഞ്ഞ് അപ്പത്തിൽ നിന്ന് വീഞ്ഞിൽ നിന്ന് മുടങ്ങാതെ ഭാഗവാക്കായി അല്ലേ? ഡോക്ടർ നോക്കിയിട്ട് അങ്ങനെ ഒരു പ്രശ്നം യൂട്രസിലെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. യാതൊരു പ്രശ്നവും അവിടെ കണ്ടില്ല. ആരും കൈവച്ച് പ്രാർത്ഥിച്ചല്ല. ഇതിനു വേണ്ടി, കുഞ്ഞിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത് ആദ്യം. ഈ മുഴ പ്രത്യക്ഷമാകാൻ വേണ്ടി ആരും പ്രാർത്ഥിച്ചതല്ല. ഇവിടെ വന്ന് കത്രിമേശ എടുത്തപ്പം ഇത് എന്റെ കർത്താവിന്റെ ശരീരം എന്ന് പറഞ്ഞ്, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടതെന്ന് പറഞ്ഞ് എടുത്തു. അങ്ങനല്ലേ? യേശു ചെയ്ത അത് കർത്താവ് ജീവിക്കുന്നു. യേശുവിൽ ഒരു ജീവിതമുണ്ട്, യേശുവിൽ ഒരു ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സമാധാനം, എന്തോ ഒരു സമാധാനം. തൊട്ടേ 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 യേശുവിനെ തൊട്ടേ 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 യേശുവിനെ തൊട്ടേ യേശുവിനെ തൊട്ടേ. എത്ര എത്ര സാക്ഷ്യങ്ങളാ, എത്ര എത്ര സാക്ഷികളാ, എന്തോ ഒരു സന്തോഷം. എന്തോ ഒരു സന്തോഷം. ഞാൻ ഇതിന്റെ അകത്തൂടെ നടക്കുമ്പോ ഞാൻ കാണുന്ന എല്ലാ സാക്ഷ്യങ്ങളാ. തകർന്ന് ഇവിടെ വന്നതുങ്ങള്, ആത്മഹത്യക്ക് ഒരുങ്ങി ഇവിടെ വന്നതുങ്ങള്. സാക്ഷ്യം ഏതാണ്ട് ഒരു പെന്തിക്കോസ് കൂട്ടത്തിലാണ് പറയുന്നത്. എവിടെ? തിരുവല്ലാന്റെ ഒരു പെന്തിക്കോസ് കൂട്ടത്തിലാണ്. കേൾക്കണം ആ സാക്ഷ്യം. എത്ര വർഷം ഇവിടെ പോയി? 10 വർഷം ഒരു പെന്തിക്കോസ് കൂട്ടത്തിൽ. അവിടെ ബന്ധനവും പോരാട്ടവും കഴിഞ്ഞിട്ട് നേരെ എല്ലാം ഉണ്ടായിരുന്ന ഈ സഹോദരൻ ബന്ധനവും പോരാട്ടവും വിശ്വസിച്ച് ഒന്നും ഇല്ലാത്തവനുമായി നിരന്തരം പോരാട്ടം, നിരന്തരം ബന്ധനമായി. ലാസ്റ്റ് ഹാർട്ടിന് പ്രശ്നമായിട്ട് പെന്തിക്കോസുകാരെല്ലാം പറഞ്ഞത് ഗുരുപദേശം ഇവിടെ നടക്കുന്നു, ഇവിടെ പോരുമെന്ന് പറഞ്ഞിട്ട് ആരോ പറഞ്ഞു സഹോദരൻ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതിനാണ് 10 കൊല്ലം പോയി ഞാൻ രക്ഷപ്പെട്ടില്ല, ഒന്ന് പോയി നോക്കാതെ പറഞ്ഞു. വന്നതാ ഭർത്താവ് കയറി പൊട്ടു. ഹാർട്ട് സൗഖ്യമായില്ലേ? 2 അറ്റാക്ക് നടന്നു. 2 അറ്റാക്ക് കഴിഞ്ഞതായിരുന്നു. ഭർത്താവ് സൗഖ്യമാക്കി, ബ്ലോക്കുകളെ അഴിച്ചു. ഇപ്പൊ ബന്ധനമുണ്ടോ? ഇല്ല. യേശുവിൽ ഒരു ജീവിതമുണ്ട്, യേശുവിൽ ഒരു ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്. മൊത്തം പോരാട്ടം. ഞാൻ ഇവരുമായിട്ട് ആദ്യം സംസാരിക്കുമ്പോ ഇവരെന്നോട് എതിർക്കുകയാണ്, ഇവരെന്നോട് പിശാചിന് ഫുട്ബോൾ കളിക്കാൻ എന്നെയും കോരേച്ചാനും ഇട്ട് കൊടുക്കാനാണ് ഇത്രയും കഷ്ടപ്പെട്ടത്. യേശുവിൽ ഒരു ജീവിതമുണ്ട്, യേശുവിൽ ഒരു ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്. ഒന്ന് പാടിക്കേ. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു സമാധാനം. എന്തോ ഒരു സമാധാനം. തൊട്ടേ 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 യേശു ഞങ്ങളെ തൊട്ടേ, യേശു ഞങ്ങളെ തൊട്ടേ, യേശുവിൽ ഒരു ജീവിതമുണ്ട്, യേശുവിൽ ഒരു ജീവിതമുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ അറിഞ്ഞ ഈ ജീവിതം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നാളെ നിങ്ങളോട് പറഞ്ഞു, യേശു എല്ലാം കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തെ നിങ്ങളിലൊന്ന് വേര് പിടിപ്പിച്ച് കഴിഞ്ഞ പിന്നെ പിടിച്ചാ കിട്ടുകയില്ല, അല്ലേ? പിന്നെ പിടിച്ചാലേ ഒരു വഴി കിട്ടത്തില്ല. അങ്ങനെ അല്ലേ അനുഭവം? ഭാവിച്ചത് വന്നില്ല, ഭാവിച്ചത് ഇതെന്നെ ഭാവിച്ചത് കൂടിൻ്റെ അത് ആക്കി കളഞ്ഞ. യേശുവിലൊരു ജീവിതമുണ്ട്, ഒരു നല്ല ആണോ നിൽക്കുന്നത് ഭാവിച്ചാന്റെ ഭാര്യ. മുടിയെ തിരിഞ്ഞ് മുടിയൊക്കെ വന്നോ നോക്കട്ടെ. ആ ഉണ്ടോ ഉണ്ടോ? ക്യാൻസർ വന്ന് മരിച്ചതാ, യേശുനാഥൻ എണീപ്പിച്ചതാ. യേശുനാഥൻ ഏൽപ്പിച്ചതാ. ആ ഇവിടുന്ന് നോക്കുമ്പോ
ദാണ്ട സാക്ഷ്യം പുറകെ നിൽക്കുന്നു. അതിന്റെ പുറകെ സാക്ഷ്യങ്ങളാണ് ഇവിടുന്ന് കാണുന്ന മുഴുവൻ. യേശു ജീവിക്കുകയാണ്, കർത്താവ് അങ്ങ് ഇറങ്ങി നടക്കുക, സാക്ഷ്യങ്ങൾ നിൽക്കുന്നു. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നുണ്ട്. യേശുവെല്ലാം ചെയ്ത് കഴിഞ്ഞേ, ക്രൂശിലെല്ലാം ചെയ്ത് കഴിഞ്ഞേ, എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞേ. യേശുവിൽ ഒരു ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്. തൊട്ടേ 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 യേശു ഞങ്ങളെ തൊട്ടേ, യേശു ഞങ്ങളെ തൊട്ടേ. ഇന്നലെ അമേരിക്കയിൽ നിന്ന് നിൽക്കുമ്പോ ഒരു അനക്കമുണ്ട്. കർത്താവിന്റെ മല്ലന്മാരാ. യേശുവിൽ ഒരു ജീവിതമുണ്ട്, ഒരു നല്ല ജീവിതമുണ്ട്. എന്തോ ഒരു സമാധാനം, എന്തോ ഒരു സന്തോഷം. തൊട്ടേ 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 ആ ചാരി നിൽക്കുന്ന അച്ചാരം കണ്ടോ? ആ ചാരി നിൽക്കുന്ന അച്ചാരം കണ്ടോ? ഒരു രക്ഷയില്ല. അച്ചാരം കർത്താവ് കയറി പിടിച്ചിരിക്കും. അയ്യോ, സത്യം ഞാൻ പറയാം, എനിക്ക് കാണാൻ തല തൊട്ട് കാല് വരെ കർത്താവിന്റെ സ്പർശനം നടന്നു. എന്നെ കഴുകി വെടിപ്പാക്കുന്ന പോലെ കഴുകിക്കൊണ്ടിരിക്കുക. ശിഷ്ടായുസ് കർത്താവിന് വേണ്ടി ഓടാനുള്ളവനാ കേട്ടോ. ഇന്ന് അതിനു വേണ്ടിയുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ കർത്താവ് പകരുകയാണ്. വലിയ നിറവിലേക്ക് ആ മകനെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക. കരം അടിച്ചു തന്നെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തോ. യേശുവിന്റെ നാമത്തില്. ഓ, ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, രോഗികളായിരിക്കുന്ന മക്കൾ, തളർന്നിരിക്കുന്ന മക്കൾ, ഒരു സംശയം വേണ്ട, നിങ്ങളെ വിടുവിക്കാൻ ഈ കർത്താവിന് പറ്റും. ഞങ്ങൾക്ക് രോഗസൗഖ്യം കേവലം ഒരു അത്ഭുതമല്ല, കാരണം കണ്ടു കഴിഞ്ഞു. എത്ര അത്ഭുതം യേശു ജീവിക്കുന്നതിന് എത്ര ആവശ്യം, എത്ര വീര്യം ഇന്ന് വിശ്വസിക്കുക. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ പണി കയറി വന്നിരിക്കുന്നത്. സാരമില്ല, പിന്നീട് നിൽക്കാൻ പോലും ഇടയിലായിരിക്കും. സാരമില്ല, നിങ്ങൾ നിൽക്കുന്നിടത്ത് കർത്താവുണ്ട്, നിങ്ങൾ നിൽക്കുന്നിടത്ത് യേശുവുണ്ട്. ഉള്ളു തുറന്ന് സഹോദരി വിളിച്ചോ, പൊക്കിയെടുത്തോണ്ട് വാ. നടന്നേ, ഇങ്ങോട്ട് നടന്നു വന്നേ. ഭയങ്കര പൈശാചിക ബാധയ ശരീരത്തിൽ വിളകുന്നതാണ്. രേഷ്മയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് പിടിക്കാൻ റെസ്റ്റ് കൊടുക്കും. രേഷ്മയോട് കുറച്ച് ദിവസത്തേക്ക് പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഡോക്ടർ എന്തോ കാരണം അന്വേഷിച്ചത്. കർത്താവിന്റെ മകത്വം ഈ മകനെ ഇളകുവാണ്. നിങ്ങൾ കണ്ടോണേ, സൂപ്പർ സാധനം കണ്ടോ. നല്ല ഐറ്റോ കണ്ടോ. കണ്ടോണ തിരുവാതിര അറിയാം, എല്ലാം അറിയാം. ഇപ്പൊ വരും, കണ്ടോണ. ആ ആ ആ ഓ ആ തൊട്ടുപോലെ ഞങ്ങളുടെ പിള്ളേര് എന്നെ തൊട്ടുപോലും, ഞങ്ങളുടെ പിള്ളേരും അത് നിന്നെ തൊടുത്തു. ഞങ്ങളുടെ പിള്ളേരും അത് നിന്നെ പുറത്താക്കി നാണം കെടും. ഞങ്ങളുടെ കൊച്ചു പിള്ളേര് വന്നിട്ട് നിന്നെ പുറത്താക്കി നാണം കെടും. നിങ്ങളുടെ 6, 8, 10 വയസ്സുള്ള പിള്ളേര് വന്ന് പിള്ളേരാരുടെ നമ്മുടെ പിള്ളേരാരുടെ ഇങ്ങോട്ട് പാടാൻ ഇങ്ങോട്ട് പാടാൻ
കരമടിച്ചതിനെ ഒന്ന് ആഘോഷമാക്കിയ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. ആ മകളെ അവളുടെ നിങ്ങൾ തൊട്ട് താൻ വാഴ്ക്കയ ആകുലമില്ല നാളെയെന്ന് വിധിയില്ല ഭാവിയല്ല കയ്യിലെന്നോർത്ത ആയത്ര ധന്യമേ ജീവിതം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ നാമത്തിൽ ദൂരങ്ങളെ പുറത്താക്കും. ഇവിടുത്തെ പിള്ളേർക്ക് ദാവീദിന്റെ മോശയുടെ കഥ അറിയില്ല. ചോദിച്ചു നോക്ക്, മോൻ അറിയാവോ ദാവീദ് ആരാന്ന്? പറഞ്ഞു, ദാവീദ് ആരാന്ന് അറിയാവോ? പക്ഷെ യേശുവിന് ആരാണെന്ന് ചോദിച്ചു. ഞാൻ കൈകൊണ്ട് കർത്താവിൽ ആരാണെന്നുള്ള പ്രഖ്യാപനം ചോദിച്ചു. പോകും. അതാ ഇവിടെ എന്റെ ഉള്ളിലെ ആനന്ദം. ഇവിടുത്തെ കുഞ്ഞുങ്ങളെ നോക്കിയപ്പച്ചന്റെ വെള്ളപ്പൊക്കം പഠിക്കുന്നതിന് സഹായിക്കും. യേശുവിൽ ആരാന്നറിയാം. ഈ തലമുറ ഭൂതത്തെ പുറത്താക്കുന്നവരാകണം, രോഗികളെ സൗഖ്യമാക്കുന്നവരാകണം, മരിച്ചവരെ ഉയർപ്പിക്കുന്നവരാകണം. ഇവരുടെ കയ്യാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. ഈ തലമുറ അങ്ങനത്തെ ഒരു തലമുറയായിട്ട് എഴുന്നേക്കണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ.